സർ, ഓഡീഷൻ അല്ലേ, കുറച്ചെങ്കിലും നല്ല ഡ്രസ്സ് വേണ്ടേ? എനിക്കതിലൊന്നും പങ്കെടുക്കാൻ ഭാഗ്യമില്ല. ആര് വേണമെങ്കിലും നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചോട്ടെ, പക്ഷെ ഇനി നമ്മള് ആരുടെ മുന്നിലും തോറ്റു കൊടുക്കില്ലെന്ന് തീരുമാനിച്ചതാ. നമുക്കിപ്പോ തന്നെ പുറപ്പെടാം. പോകുന്ന വഴിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങാം. ഞാനല്ലേ പറയുന്നത്? അതേന്നേ, വാ. നമുക്ക് പ്രധാനം പാട്ടാണ്. അതിന് പുതിയ ഡ്രസ്സല്ല പ്രധാനം, ശ്യാമയുടെ കോൺഫിഡൻസാ. വിഷമൊക്കെ കളഞ്ഞ് തന്റെ മനസ്സൊന്ന് ഫ്രഷാക്കി വെക്ക. എത്ര തടസ്സം ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ വിജയിക്കും. വാ, ഇനി സമയം കളയാനില്ല. വാ വാ, പോയൊന്ന് ഫ്രഷ് ആവ്. ചെല്ല്. ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ അച്ഛൻ സഹിക്കുന്ന പാവശ്യാമ. അങ്കിളെ, എന്റെ അമ്മയെ കണ്ടോ? ഇല്ല. മോള് വിഷമിക്കണ്ട, നമുക്ക് കണ്ടെത്താം. അങ്കിള് പുറത്തു പോയിരിക്കെന്ന് അമൃത ആന്റി പറഞ്ഞു. ഞാൻ അങ്കിള് വരുന്നതും കാത്തിരിക്കായിരുന്നു. എന്തു പറ്റി? അങ്കിളും അമൃത ആന്റിയും അല്ലേ ഇന്നലെ എന്നെ രക്ഷിച്ചത്. അപ്പൊ അങ്കിള് നല്ല ആളല്ലേ. എന്റെ അമ്മയെ അങ്കിള് കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയാം. ഇന്നലെ രാത്രി ഞാൻ എന്റെ അമ്മയെ കാണാതെ പേടിച്ചിരുന്നപ്പോഴാ അങ്കിളും ആന്റിയും വന്നത്. ഇല്ലെങ്കിൽ ഞാൻ എന്റെ അമ്മയെ കാണാതെ പേടിച്ച് ചത്തുപോയേനെ. അമൃത ആന്റി നല്ല ആന്റിയാ, അങ്കിളും നല്ല അങ്കിളാ. എനിക്കിഷ്ടായി. മോള് വിഷമിക്കണ്ട, ഇവിടെ ഒന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇന്നലെ എന്നെ രക്ഷിച്ച അങ്കിളിന് ഞാനൊരു സമ്മാനം തന്നോട്ടെ? എന്താ? അമൃത ആന്റിക്ക് ഞാനത് കൊടുത്തു. ഇനി അങ്കിളിനെ തരാനുള്ളൂ. അല്ല, എന്താ സമ്മാനം? മോള് പറഞ്ഞേ. പറയില്ല, സമ്മാനം തരും. അപ്പ കണ്ടാ മതി. അങ്കിൾ ഇവിടെ ഇരിക്ക്, എന്നാലേ സമ്മാനം തരാൻ പറ്റൂ. എന്താ മോളെ? ഇവിടെ ഇരിക്കുങ്ങളെ. ഇനി സമ്മാനം തരട്ടെ? ഇതാ അമൃത ആന്റിക്ക് ഞാൻ കൊടുത്ത സമ്മാനം. ഈ മോളെ എങ്ങനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക? അങ്കിൾ എന്താ ആലോചിക്കുന്നേ? എന്റെ സമ്മാനം ഇഷ്ടായില്ലേ? ഇഷ്ടമായി. ആദ്യമായിട്ട് ഞാൻ വിചാരിച്ച ആളെയല്ല. തന്ത്രപൂർവ്വം അമൃതയെടുത്തി പറ്റിക്കാം. മക്കളെ രണ്ടുപേരെയും ബാംഗ്ലൂരിൽ പഠിക്കാൻ കൊണ്ടാക്കിയിട്ട് ഇവിടെ രഹസ്യ കാമുകയും അതിലൊരു മോളും. കണ്ടില്ലേ, യഥാർത്ഥ അച്ഛനും മോളും തന്നെ. എന്നാ മോള് ഇവിടെ ഇരിക്കെ, അങ്കിള് പോയെന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് അമൃതയുടെ കണ്ണിൽ പൊടിയിടാൻ സ്വന്തം മോളെ കൊണ്ട് വിളിപ്പിക്കുന്നത് അങ്കിളേന്ന്. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. അമൃതയെടുത്തി പാവോ. വ്യക്തമായ സൂചന അമൃതയെടുത്തിക്ക് കൊടുക്കണം. അല്ലെങ്കിൽ അമൃതയെടുത്തി ഒടുവിൽ കണ്ണീര് കുടിക്കും. ഇനി വൈകിക്കണ്ട, ഇപ്പൊ തന്നെ പറയണം.
എത്തി. ആദ്യേട്ടൻ കാണിക്കുന്ന ദ്രോഹങ്ങളൊന്നും അറിയാതെ നിന്ന് പാചകം ചെയ്യുക, അവരെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിനെയും രഹസ്യ സന്തതിയെയും ഊട്ടാൻ. മനുഷ്യൻ ഇത്ര പാവമായാൽ എങ്ങനെയാ? കഷ്ടം തന്നെ. ഐശ്വര്യ, ഓഫീസിൽ പോകാൻ റെഡിയായോ? ഭക്ഷണം റെഡിയാ, എടുത്ത് കഴിക്കേ. അല്ല, പോവാൻ സമയമാവുന്നതേ ഉള്ളൂ. ഇതെന്താ പതിവില്ലാതെ കറക്കി നുറുക്കുന്നേ? കയ്യിൽ കറ പറ്റൂലേ? ഒരു ദിവസം കുറച്ച് കറയായതുകൊണ്ട് സാരില്ല. എന്റെ ഈശ്വര, ഇതെന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? ഇത് നല്ല മാറ്റാണല്ലോ ഐശ്വര്യ. അമൃതേടത്തേക്ക് ഒരു സത്യം അറിയോ? എന്താ? നമ്മള് പെണ്ണുങ്ങള് സത്യത്തെ മണ്ടികളാ. ഓഹോ, ഈ അറിവിപ്പോ എവിടുന്ന് കിട്ടി? അനുഭവത്തിന്നാ? എന്റെ അനുഭവത്തിന്നല്ല, പക്ഷേ നമ്മള് നമ്മുടെ ചുറ്റും ഓരോരോ ജീവിതങ്ങൾ കാണുന്നതല്ലേ, അതിന്ന് നമുക്ക് പഠിക്കാലോ. ഇന്ന് ഐശ്വര്യം മൊത്തത്തില് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നേ. ആ, കൺമുമ്പില് ഇങ്ങനെയൊക്കെ ചതിയുടെയും വഞ്ചനയുടെയും ഓരോരോ രംഗങ്ങൾ കാണുമ്പോ അറിയാതെ മനസ്സ് സീരിയസ് ആയി പോവാ. നമ്മള് നമ്മുടെ ഭർത്താക്കന്മാരെ ആകമഴിഞ്ഞ് സ്നേഹിക്കും. അവരുടെ ജീവിതത്തില് ഭാര്യയായിട്ട് നമ്മള് മാത്രമേ ഉള്ളൂന്ന് പാവം നമ്മള് കരുതും. നമ്മളെ മാത്രം അവര് സ്നേഹിക്കുന്നെന്നാ നമ്മള് വിശ്വസിക്കുന്നേ. പലപ്പോഴും പലരുടെ ജീവിതത്തിലും അത് വെറും മണ്ടത്തരായിരുന്നു എന്ന് പിന്നെ മനസ്സിലാകും. എല്ലാ സത്യവും തിരിച്ചറിയാൻ നമ്മള് പലപ്പോഴും വൈകും. പിന്നെ ഒരിക്കലും ഒന്നും തിരുത്താനാവില്ല. അതാ സത്യം. ശരിക്കും തന്ത്രശാലിയായ ബുദ്ധിയുള്ള ചില ഭർത്താക്കന്മാരുണ്ട്. പാവം ഭാര്യമാരെ അവര് പറ്റിക്കുന്നത് അതിവിദഗ്ധമായിട്ടാ. എന്തിന്? നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഉദാഹരണം ഉണ്ടല്ലോ. പാവം കാക്ക മുട്ടയിട്ട് അടയിരിക്കും. തന്ത്രശാലിയായ കുയിലോ ആ കൂട്ടില് കാക്ക അറിയാതെ മുട്ടയിട്ട് വച്ചിരിക്കും. പാവം കാക്ക അടയിരുന്ന് മുട്ട വിരിയിച്ച് സ്വന്തം കുഞ്ഞിനെ പോലെ കുയിലിന്റെ കുഞ്ഞിനെയും ഓമനിച്ചു വളർത്തും. ഒടുവില് പറക്കാൻ പ്രാപ്തിയാകുമ്പോ കുയിലിന്റെ കുഞ്ഞ് അതിന്റെ അമ്മയുടെ അടുത്തേക്ക് പറന്നു പോവും. കാക്കയ്ക്ക് പറ്റിയ അമളി അപ്പോഴാ മനസ്സിലാവുക. മനുഷ്യരുടെ കാര്യത്തിലും ഇത് തന്നെ സംഭവിക്കുന്നേ. പാവം പിടിച്ച അമ്മമാരെ പറഞ്ഞ് പറ്റിച്ച് മറ്റാരിലോ ജനിച്ച സ്വന്തം മക്കളെ വളർത്തുന്ന ചില വിരുദ്ധന്മാരും നമ്മുടെ ചുറ്റുമുണ്ട്. അതാ ഞാൻ ഏടത്തിക്കൊരു ഉപദേശം തന്നെ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമൃതേടത്തിക്ക് കാര്യം മനസ്സിലായില്ലേ? ആ, കുറേശ്ശെ മനസ്സിലായി വരുന്നുണ്ട്. ആ, മതി, അത് മതി. സമയം കിട്ടുമ്പോ അമൃതേടത്തി ഞാൻ പറഞ്ഞത് എന്താ ഏതാന്ന് ഒന്ന് ചിന്തിച്ചാ മതി. അത് ഞാൻ ഏറ്റു. കാര്യം വ്യക്തമായ തീരുമാനം എടുക്കാൻ വൈകരുത്. കള്ളക്കൊയിലിന്റെ സന്തതിയെ വളർത്തേണ്ട ഗതികേട് ഏട്ടത്തിക്കില്ല. ഐശ്വര്യക്ക് എന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയേ. ഏട്ടത്തിക്ക് ശരിക്കും കാര്യം മനസ്സിലായല്ലോ. ഞാൻ വിജയിച്ചു. എത്രയും വേഗം ഏട്ടത്തി അവളുടെ കാര്യത്തിൽ വേണ്ടത് ചെയ്. എന്തിനും ഏതിനും കൂടെ ഞാനുണ്ട്. ഐശ്വര്യ ഒപ്പം ഉണ്ടല്ലോ, മതി, അത് മതി. എനിക്ക് സന്തോഷായി. എന്നാ ശരി, ഞാൻ പൊയ്ക്കോട്ടെ. ഓഫീസിൽ പോവാൻ റെഡി ആവണം. ശരി, ഐശ്വര്യ പൊയ്ക്കോ. എന്നോടുള്ള ഐശ്വര്യയുടെ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. ആ കൊച്ചിനെ ഇവിടെ നോടിച്ച ആദ്യേട്ടന്റെ മാത്രമല്ല, അരുണിന്റെ കുഞ്ഞിനെ കൊഞ്ചിക്കലും തീർന്നോളൂ. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഐശ്വര്യ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്നാ ഞാൻ പോവാ. യഥാർത്ഥ
യഥാർത്ഥ സത്യം പാവം അറിയുന്നില്ല. അതെന്തായാലും നന്നായി. ഒരിക്കലും ഐശ്വര്യ ആ സത്യം അറിയാതിരിക്കട്ടെ. നമ്മളെ കൊല്ലും. വേഗം എഴുന്നേക്ക്. എന്റെ പൊന്നു മോളല്ലേ, ചെല്ല്, ഓടി രക്ഷപ്പെട്. ആഹാ, അല്ല മോളിവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കുകയാണോ? ഇത് കുടിക്ക്. എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞു ആന്റി? അത് അന്വേഷിക്കുന്നുണ്ട്. ഉടനെ കാര്യങ്ങൾ അറിയാട്ടോ. നമുക്ക് ഇന്ന് തന്നെ അമ്മയെ കണ്ടെത്താം. മോള് കുടിക്ക്. അമൃത ആന്റിയെ തരുന്നേ. ആന്റി തന്നാ മോള് കുടിക്കണം. ദാ കുടിക്ക്. ഇനി മോളെ ഞാൻ കുളിപ്പിക്കും കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിപ്പിക്കും. എന്താ? അയ്യോ, കുളിച്ചു കഴിഞ്ഞാൽ മോൾക്ക് മാറിയിടാൻ വേറെ ഡ്രസ്സില്ലല്ലോ. അവിടെ എന്റെ വീട്ടില് ഷെൽഫിലിരിപ്പുണ്ട്. ആ, അതൊക്കെ പിന്നെ പോയി എടുക്കാം. പക്ഷെ ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാ ഞാൻ പോയി വാങ്ങിട്ട് വരാം. ആഹാ, അരുണോ? അരുണിന് ഓഫീസിൽ പോണ്ടേ? പോണം, പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി. മോൾക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാൻ പൊക്കോളാം. അത് വേണ്ട അരുണേ, അരുൺ ഓഫീസിൽ പൊയ്ക്കോ. എടുത്തി, എനിക്കത് പ്രശ്നമല്ല. ആയിക്കോട്ടെ. ഈ മോളെ ഞാനാ ഇവിടേക്ക് കൊണ്ടുവന്നേ. അപ്പൊ ഈ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അമൃത ആന്റി, അരുണങ്കിള് പൊക്കോട്ടെ. എനിക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കേണ്ടി വരും. എനിക്ക് എങ്കിലാണെങ്കിലേ. മോളെ ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. അമൃത ആന്റി മോൾക്ക് ഡ്രസ്സ് വാങ്ങിത്തരും. അത് മതി. എന്നാ അത് മതി. അപ്പോ ഓക്കെ. അങ്കിളിൽ നിന്ന് കുറച്ച് തിരക്കുണ്ട്. അങ്കിള് പൊക്കോട്ടെ. അങ്കിള് പോയിട്ട് എപ്പോഴാ വരിക? അത് വൈകുന്നേരം ആവും മോളെ. അങ്കിൾ എന്റെ അമ്മയെ കണ്ടെത്താനല്ലേ പോകുന്നത്? അതെ, അമ്മയെ തരാനാ. എന്റെ അമ്മയെ കണ്ടാൽ ഉടനെ ശ്രീകുട്ടി ഇവിടെ അമ്മയെ കാണാതെ വിഷമിച്ചിരിക്കാനെന്ന് പറയണേ. അപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടുവരണേ. നോക്കാം മോളെ. എന്നാ ശരി എടുത്തി, ഞാൻ ഇറങ്ങാം. അല്ല, അരുണും ശ്രീകുട്ടിയും വല്ലാത്ത അടുപ്പാണല്ലോ. എന്താ ഇങ്ങനെ? ശ്രീകുട്ടി സ്വന്തം മോളാണെന്ന് ഒരിക്കലും അരുൺ അറിഞ്ഞു കാണില്ല. എന്നാൽ ഇങ്ങനെ ആവില്ല പെരുമാറുന്നേ. അങ്ങനെ ആവാൻ വഴിയില്ല. എന്തായാലും ഞാനാ ശ്രീകുട്ടി എവിടേക്ക് കൊണ്ടുവന്നേ. ഇതിന്റെ പേരിൽ ഒരിക്കലും അരുണിന്റെ ഐശ്വര്യയുടെയും ജീവിതം തകർന്നുകൂടാ. ശ്രദ്ധിക്കണം. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ആ, നന്നായിട്ടുണ്ട്. ഇത് മതിയോ? ആ, അപ്പൊ ഈ ഡ്രസ് മതിയല്ലേ? ആ, നന്നായിട്ടുണ്ട്. ഇത് മതി.
ശ്യാമ, അഖിലും ശ്യാമയും ഡ്രസ് വാങ്ങാൻ ഇറങ്ങിയതാ. ഓ സോറി, എന്നെ മനസ്സിലായില്ലല്ലേ. അശ്വതി ചേച്ചി, അശ്വതി ചേച്ചി. ആ അതെ, പർദ്ദ ധരിച്ച് എനിക്കിപ്പോ പുറത്തിറങ്ങാൻ പറ്റൂ. നാട് നീള ജയേഷു അവന്റെ പോലീസ് എന്നെ തേടി നടക്കുക. അല്ല, അന്ന് അവിടെ എന്താ സംഭവിച്ചത്? അന്ന് എന്നെ കാണാൻ ജയേഷു വന്നു. അന്ന് രാത്രി ഒരു കൂട്ടുകാരിയുടെ വീട്ടിലാണ് ഞാൻ കഴിച്ചു കൂട്ടിയത്. അവളാ ഈ പർദ്ദ എനിക്ക് സംഘടിപ്പിച്ചു തന്നത്. എന്റെ മോള് ശ്രീകുട്ടി ഇപ്പൊ എവിടെയാന്ന് എനിക്കറിയില്ല. ഞാൻ അവളെ ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. ചേച്ചി വിഷമിക്കണ്ട, ശ്രീകുട്ടി വസുന്ധരാമയുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അവിടെ ആ വീട്ടിലോ? അതെ ചേച്ചി, അന്ന് റോഡില് ആരെയും കാണാതെ കരഞ്ഞു നിന്ന ശ്രീകുട്ടിയെ ഭാഗ്യത്തിന് അതുവഴി കാറി വന്ന ആദ്യേട്ടനും അമൃതയെടുത്തേയും കണ്ടു. അമൃതയെടുത്തെ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മോള്, ഈശ്വര. ചേച്ചി ഒട്ടും ടെൻഷൻ ആവണ്ട. അമൃതയെടുത്തി അവിടെ ഉണ്ടല്ലോ. അമൃതയെടുത്തി മോളെ നന്നായി നോക്കിക്കോളും. സത്യത്തിൽ ഇപ്പോഴെനിക്ക് ആശ്വാസമായത്. പക്ഷേ അശ്വതി ചേച്ചി എങ്ങനെയാ ഇവിടെ എത്തിയേ? ഞാൻ ശ്രീകുട്ടിയെ തേടി നടന്നതാ. അപ്പോഴാ നിങ്ങൾ രണ്ടാളും ഇതിനകത്തേക്ക് കയറുന്ന കണ്ടേ. അപ്പൊ ഞാനും ഇവിടേക്ക് വന്നു. ചേച്ചി ഞാൻ പലതവണ ചേച്ചിയെ വിളിച്ചതാ, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ശ്യാമേ, എനിക്ക് ആ ഫോൺ ഉപയോഗിക്കാൻ പോലും പറ്റില്ല. ജയേഷ് എന്നെ കണ്ടെത്തും. ആ ജയേഷ് വീട്ടിലും ചേച്ചിയെ തിരക്കി വന്നിരുന്നു. ആള് വലിയ ദേഷ്യത്തിലാ. ചേച്ചി പിടികൊടുക്കാതെ ചേച്ചി സൂക്ഷിക്കണം. എന്നാ നിങ്ങൾ സംസാരിക്കുക, ഞാൻ ബില്ല് ചെയ്തു തരാം. അഖിലങ്ക്, അഖിലങ്കിലെ ആ, ഇതാര് ശ്രീകുട്ടിയോ? ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്റെ മോള്. ചേച്ചി ചേച്ചി നിക്ക. ശ്യാമേ, എന്റെ മോള്. അഖി, നീ ഒറ്റയ്ക്കാ വന്നേ? അല്ല, ശ്യാമയുണ്ട്. ശ്യാമേച്ചി, ശ്യാമേച്ചി. അമ്മയെ കണ്ടു ശ്യാമേച്ചി. എന്റെ അമ്മ എവിടെയാ? എന്റെ മോള്. പറ ശ്യാമേച്ചി,
എൻ്റെ അമ്മ ശ്യാമേച്ചിയുടെ അടുത്തുണ്ടോ? ഇല്ല മോളെ. എൻ്റെ അമ്മയെ കാണാതെ എനിക്കിപ്പോ ആരുമില്ല ശ്യാമേച്ചി. മോളെ സാരമില്ല, അമ്മ വരൂ കേട്ടോ. മോളുടെ അടുത്ത് അമ്മ വരും. മോളെ വിഷമിക്കണ്ട. എനിക്കിപ്പോ ശ്യാമേച്ചിനെ അഖിലങ്ങളിലും കണ്ടപ്പോഴേ സന്തോഷമായി. മോൾക്കവിടെ മോളുടെ അമ്മയെ പോലെ ഈ ആന്റി ഇല്ലേ? അമൃത ആന്റീനെ എനിക്ക് വലിയ ഇഷ്ടമാണ്.